ഇതറിയാതെയാണ് നിങ്ങൾ പെയിൻറ്റിന് വേണ്ടി പൈസ ചിലവാക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടത്തിലായിരിക്കും. നമ്മൾ വീടാണെങ്കിലും ഓഫീസാണെങ്കിലും അതുപോലെ ബിൽഡിങ്ങുകളാണെങ്കിലും പെയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വീടിനകത്തടിക്കുന്ന പെയിൻറ്റ് ഒരിക്കലും നമ്മൾ വീടിൻ്റെ പുറത്തടിക്കാൻ പാടില്ല. കാരണം വീടിന് പുറത്തടിക്കുന്ന പെയിൻറ്റിന് മഴയെയും വെയിലിനെയും പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റിയുള്ള പെയിൻറ്റ് അടിക്കണം. വീടിനകത്തടിക്കുന്ന പെയിൻറ്റ് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പൊളിഞ്ഞു പോരാനും അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആവാനും മറ്റുമൊക്കെ സാധ്യത ഉണ്ട്. പ്രൈമർ അടിക്കുന്ന സമയത്തും പരമാവധി ക്വാളിറ്റിയുള്ള പ്രൈമറുകൾ നമ്മൾ അടിക്കാൻ ശ്രമിക്കണം. കാരണം പ്രൈമർ വില കുറഞ്ഞത് അടിച്ചിട്ട് പുറത്ത് ക്വാളിറ്റി കൂടിയ പെയിൻറ്റ് അല്ലെങ്കിൽ എമൽഷൻ അടിച്ചാൽ ഈ എമൽഷനും ആ ക്വാളിറ്റി കുറഞ്ഞ പ്രൈമറിൻ്റെ ക്വാളിറ്റി മാത്രമേ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമുക്ക് ഈ പെയിൻ്റ് അടിക്കുന്ന പ്രതലം അത് നമ്മൾ പരമാവധി ചെളിയില്ലാതെ വിണ്ട് കയറാതെ പൊളിഞ്ഞു നിൽക്കാത്തൊക്കെ സ്ഥലങ്ങൾ അത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഈ മോയ്സ്ചറിൻ്റെ പ്രശ്നമാണ്. അതായത് വെള്ളത്തിൻ്റെ പ്രശ്നം. ഈ ബാത്റൂമിൻ്റെ ഭാഗങ്ങളിലോ മറ്റോ ഒക്കെ വെള്ളം ഇങ്ങോട്ട് പുറത്തു നിന്ന് വരുന്നതോ അത് നമ്മൾ പരമാവധി അതിന് വേണ്ട വാട്ടർ പ്രൂഫും മറ്റു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പെയിൻ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് അത് ക്വാളിറ്റിയുള്ള ടൂൾസ് ഉപയോഗിച്ചാൽ നമ്മൾ പെയിൻറ്റും ഫിനിഷിങ്ങും കൂടുതൽ കാലം നിലനിൽക്കുന്നതും എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു ഗുണം കിട്ടും.